ഇതെങ്ങനെയാണ് ഈ കെണി വയ്ക്കുന്നത്? ഈ കെണി വയ്ക്കുന്നത് ഏതെങ്കിലും സർക്കാരിന്റെ സ്പോൺസേഡ് ആയ ഒരു പ്രോജക്റ്റ് ആണോ? ഞാൻ ഇന്നലെ വൈകുന്നേരം നടത്തിയ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയമായ നാടകമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്നത് അറിയുന്നതിന് മുൻപ് കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇന്നലെ നിലമ്പൂർ നഗരത്തിലെത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആരോടാണ് പ്രതിഷേധിച്ചത്? എന്തിനാണ് പ്രതിഷേധിച്ചത്? എന്നിട്ട് ആദ്യത്തെ വാചകം, ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് ആദ്യത്തെ വാചകം പറയുന്നത്, ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്യജീവി സംഘർഷത്തെയും അതിനെ തുടർന്നുണ്ടാവുന്ന കൊലപാതകത്തെയും മറ്റൊന്നായിട്ടും തന്നെ കാണണം. ഈ വിഷയത്തെ വ്യത്യസ്തമായി തന്നെ കാണണം എന്നാണ് എന്റെ നിലപാട്. കാരണം ഈ വിഷയത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടെയുള്ള ഇങ്ങനെയുള്ള ചില മനുഷ്യർ. ഇവർ കർഷകരല്ല, ഇവർ അവിടെയുള്ള ഒരു മാഫിയ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഒരു കർഷകൻ സ്ഥാപിച്ച വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അയാളുടെ വിളയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരക്ഷണ വേലിയിൽ നിന്നുള്ള വൈദ്യുതാഘാതമേറ്റല്ല അനന്തു മരിച്ചത് എന്നുള്ളത് വാസ്തവം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ്? അനധികൃതമായി നിങ്ങൾ ഒരു KCB-യിൽ നിന്ന് അനധികൃതമായി ലൈൻ വലിക്കുന്നത് സർക്കാരിന്റെ സ്പോൺസേഡ് ആയ ഒരു കാര്യമാണോ? ആ അനധികൃതമായിട്ട് ലൈൻ വലിച്ചതിൽ നിന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചാൽ അതെങ്ങനെയാണ് സർക്കാരിന്റെ കൊലപാതകമാണെന്ന് പറയാൻ കഴിയുക? ഒരു കുട്ടിയെ നിങ്ങൾ ഓടുന്ന KSRTC ബസ്സിന്റെ മുന്നിലേക്ക് ഒരാൾ തള്ളിയിട്ട് കൊന്നാൽ അത് KSRTC ബസ് ഇടിച്ചു കൊന്നു, അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് പറയാൻ കഴിയുമോ? റെയിൽവേ ട്രാക്കിൽ ഒരാളെ പിടിച്ചു തള്ളിയാൽ റെയിൽവേ വകുപ്പ്, റെയിൽവേ ആണ് ഈ പറയുന്ന മരണത്തിന് ഉത്തരവാദി എന്ന് പറയാൻ കഴിയുമോ? അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നുള്ള വാദം ഈ വിഷയത്തിൽ നിലനിൽക്കില്ല. ആ വിഷയം വളരെ പെട്ടെന്ന് തന്നെ വൈകാരികമായി കത്തിക്കാനാണ് അവിടെ ശ്രമിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം.